ഹായ്, വാട്സാപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് വാട്സാപ്പ് കമ്പാനിയൻ മോഡ്. ഇപ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കുന്നത് വാട്സാപ്പ് ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ്. പക്ഷേ എങ്ങനെ എല്ലാവർക്കും ഈ വാട്സാപ്പ് കമ്പാനിയൻ മോഡ് ആക്ടിവേഷൻ ചെയ്യാം എന്നതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഫസ്റ്റ് പേജിൽ എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. അതിന് മുകളിലത്തെ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൻ്റെ തൊട്ട് താഴെ ലിങ്ക് എ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനോട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വാട്സാപ്പ് കമ്പാനിയൻ മോഡ് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഹെൽപ്പിൻ്റെ താഴെ എങ്ങനെ ആ ലിങ്ക് എ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും, അല്ലെങ്കിൽ അതെങ്ങനെ വരുത്താം എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് ഒന്ന് പോകണം. സെറ്റിങ്സിലേക്ക് വന്നതിന് ശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. അവിടെ എബൌട്ട് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതൊന്ന് സെലക്ട് ചെയ്യുക. കുറച്ച് താഴെയായിട്ട് വേർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതൊന്ന് സെലക്ട് ചെയ്യുക. അവിടെ ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ 7 തവണയൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാസ്വേഡ് ചോദിക്കും. നമ്മൾ ആ പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ബാക്ക് അടിക്കുക. അവിടെ സിസ്റ്റം സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതൊന്ന് സെലക്ട് ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതൊന്ന് സെലക്ട് ചെയ്യുക. ഡെവലപ്പർ ഓപ്ഷനിൽ കുറച്ച് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അവിടെ സ്മോളസ്റ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് 360 dp എന്ന് പറഞ്ഞായിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് മാറ്റി 600 ആക്കുക. സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിലെ ഫോണ്ടുകൾ ചെറുതാകുന്നത് കാണാം, അത് കാര്യമാക്കേണ്ട. ഇതിന് ശേഷം വാട്സാപ്പിലേക്ക് പോവുക. 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും, ലിങ്ക് എ ഡിവൈസ് എന്ന് പറഞ്ഞ്. അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു QR കോഡ് വരും. നമുക്കിനി ഏത് വാട്സാപ്പാണോ അതുമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്, ആ വാട്സാപ്പ് എടുക്കുക. അതിൻ്റെ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. ലിങ്ക് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, അതൊന്ന് സെലക്ട് ചെയ്യുക. അവിടെ ലിങ്ക് എ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതൊന്ന് സെലക്ട് ചെയ്യുക. നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ പാസ്വേഡോ കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു QR കോഡ് സ്കാനർ വരുന്നത് കാണാം. ആ സ്കാനർ വെച്ച് നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ വാട്സാപ്പ് ലിങ്ക് ആകുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. ഈ രീതിയിൽ ബീറ്റ വേർഷൻ ഇല്ലാത്തവർക്കും നമ്മളുടെ വാട്സാപ്പ് മറ്റ് ഡിവൈസുകളുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വാട്സാപ്പ് അവിടെ ലിങ്ക് ആയിട്ടുണ്ട്. ഇനിയും നമ്മുടെ ഫോണിൻ്റെ ഫോണ്ട് പഴയ രീതിയിലാക്കാൻ വേണ്ടി വീണ്ടും സെറ്റിങ്സ് എടുക്കുക. അവിടെ ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. നമ്മൾ നേരത്തെ 360ൽ നിന്ന് 600ലേക്ക് ആക്കിയെടുത്ത് പോകുക. അത് മാറ്റി 360 തന്നെ ആക്കുക. സേവ് കൊടുക്കുക. നമ്മളുടെ ഫോണിൻ്റെ ഫോണ്ട് പഴയ രീതിയിലേക്ക് തന്നെ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.